മിറർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം ഈ വീഡിയോയിൽ. ഫസ്റ്റ് പ്രോബ്ലം, എക്സാമ്പിൾ 9.2, പേജ് 144. An object 4 cm in size is placed at 25 cm in front of a concave mirror of focal length 15 cm. At what distance from the mirror should the screen be placed in order to obtain a sharp image? Find the nature and size of the image. ഒപ്റ്റിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡയഗ്രാംസ് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ റഫായിട്ടൊരു ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് എൻ്റെ കോൺകേവ് മിറർ. പോളാണ്. നമുക്ക് ഫോക്കസ് മാർക്ക് ചെയ്യാം. ഇതാണ് ഫോക്കസ്. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ. ഫോക്കസ് എന്ന് പറഞ്ഞ പോയിൻറ്റ് 15 സെൻറ്റിമീറ്ററിലായിരിക്കും, പക്ഷേ അത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -15 സെൻറ്റിമീറ്റർ. ഇത് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കൽ പോയിൻ്റ് കിടക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -15 സെൻറ്റിമീറ്റർ, അതായത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ അതിൻ്റെ ഡബിൾ ആയിരിക്കും, -30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് ഫോക്കൽ ലെങ്ത്, -15 സെൻറ്റിമീറ്റർ. ഇനി ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 25 സെൻറ്റിമീറ്റർ ദൂരെയാണ്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 25 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. അപ്പോൾ ഇതാണ് മിററിൻ്റെ ഫ്രണ്ട് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ വെക്കുന്നതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് ഒബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് യു ആണ്, പക്ഷേ ഇത് 25 അല്ല, -25. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. നമുക്ക് നോക്കാം എവിടെയാണ് ആ പോയിന്റ് വരിക എന്നുള്ളത്. ഇത് -15 ആണ്, ഇത് -30 ആണ്. -25 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലായിരിക്കും. ഞാനതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് എൻ്റെ ഒബ്ജക്റ്റ് ഉള്ളത്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ. എപ്പോഴും നമ്മൾ നേരെയാണ് ഒബ്ജക്റ്റിനെ വെക്കുക, ഇറക്റ്റായിട്ടാണ് വെക്കുക. അതുകൊണ്ട് H എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമേജ് എവിടെ കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് V കണ്ടുപിടിക്കണം, അതുപോലെ അതിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. സോ H' ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ നേച്ചറും ഡിഫൈൻ ചെയ്യണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മുടെ റേ ഡയഗ്രാംസ് വെച്ചിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കൽ പോയിൻറ്റിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിലായിരിക്കും. അപ്പോൾ വിയുടെ വാല്യൂ 13നെക്കാട്ടിൽ വലുതായിരിക്കണം വിത്ത് എ നെഗറ്റീവ് സൈൻ. ആ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് അത് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഇത് സോൾവ് ചെയ്തെടുക്കാം. മിറർ ഇക്വേഷൻ അപ്ലൈ ആണ്. 1/v + 1/u = 1/f. v നമുക്കറിയില്ല. സോ 1/v + 1/u എന്ന് പറയുന്നത് -25 ആണ്. f എന്ന് പറയുന്നത് -15 ആണ്. -15. നമുക്ക് വിക്ക് സോൾവ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. 1/v = 1/-15 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. നമുക്ക് 1/-25നെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. സോ 1/-15 - 1/-25. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/v = -25 × 1 is -25, -15 × 1 is -15, over -15 times -25. So 1/v = -25 + 15 over 375 -10 over 375. v ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫ്ലിപ്പ് ചെയ്യുമ്പം v എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ 375 over -10 എന്ന് വരും. സോ v എന്ന് പറയുന്നത് -37.5 സെൻറ്റിമീറ്റർ. നമുക്ക് ഇമേജ് കിട്ടിയത് -37.5. അപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഇമേജ് ഫോം ചെയ്തത് സിയുടെ പുറകിലായിട്ടാണ്. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് -37.5 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ സൈസ് നമുക്ക് നോക്കാം. സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. മാഗ്നിഫിക്കേഷന് 2 ഇക്വേഷൻസ് ഉണ്ട്. H'/h, അതേപോലെ -v/u. അപ്പോൾ അവരെ ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്കറിയില്ല. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. പിന്നെ v എന്ന് പറയുന്നത് -37.5. ഇനി u എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ. നമുക്ക് സോൾവ് ചെയ്യാം. H' ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ H' = മൈനസും പ്ലസ് ആവും. സോ 37.5 times 4 divided by -25.
which is equal to -6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് -6 സെൻറ്റിമീറ്റർ ആണ്. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ആ ഇമേജ് ഇൻവേർട്ടഡ് ആണെന്നുള്ളതാണ്. ഇൻവേർട്ടഡ്. അതേപോലെ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇമേജിൻ്റെ ഹൈറ്റ് നമുക്ക് 6 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. മൈനസ് സൈൻ അത് ഇൻവേർട്ടഡ് എന്ന് കാണിക്കുന്നതാണ്, പക്ഷേ 6 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കിട്ടിയത്. അപ്പം ഇമേജിൻ്റെ ഹൈറ്റ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെക്കാട്ടിൽ വലുതാണ്. അതുകൊണ്ട് അത് എൻലാർജ്ഡ് ആയിരിക്കും. ഒബ്ജക്റ്റിനെക്കാട്ടിൽ വലുതാണ് ഇമേജിൻ്റെ സൈസ്. ഇനി അത് റിയൽ ഇമേജ് ആയിരിക്കും, കാരണം വി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇമേജ് ഫോം ചെയ്തത് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അതുകൊണ്ട് ഇതൊരു റിയൽ ഇമേജ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയാം. റിയൽ, എൻലാർജ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. Second question, additional question 2, page 145. A concave mirror produces 3 times magnified enlarged real image of an object placed at 10 cm in front of it. Where is the image located? നമുക്ക് ഒരു കോൺകേവ് മിറർ ആണ് തന്നിട്ടുള്ളത്. 3 times magnified. അപ്പോൾ എന്തായിരിക്കും തന്നിട്ടുള്ളത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 times ആണെന്നുള്ളതാണ് തന്നിട്ടുള്ളത്. സോ m is equal to 3. പക്ഷേ അതൊരു റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ റിയൽ ഇമേജ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ. വിർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കുകയാണ്. m എന്നുള്ളത് നമുക്ക് -3 എന്ന് കിട്ടി. ഇനി അടുത്തത്, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ദൂരെയാണ്. മിററിൻ്റെ ഫ്രണ്ടിൽ 10 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ യു എന്ന് പറയുന്നത് -10 സെൻറ്റിമീറ്റർ. ഒരു കോൺകേവ് മിറർ വരയ്ക്കാം. ഇതൊരു കോൺകേവ് മിററാണ്, ഇത് പോളാണ്. മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് ഒബ്ജക്റ്റ് പൊസിഷൻ നെഗറ്റീവ് ആയിരിക്കും. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -10 സെൻറ്റിമീറ്റർ. സോ യു ഈസ് ഈക്വൽ ടു -10, m ഈസ് ഈക്വൽ ടു -3. നമുക്ക് ഇമേജ് പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവർ 3 പേരെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനാണ്. m ഈക്വൽസ് -v/u. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m എന്ന് പറയുന്നത് -3 ആണ്. മൈനസ് വി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വി എന്ന് തന്നെ കൊടുക്കുകയാണ്. യു തന്നിട്ടുണ്ട് -10 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ നെഗറ്റീവ് സൈൻ ക്യാൻസൽ ചെയ്യാം, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഈസ് ഈക്വൽ ടു -3 × 10, -30 സെൻറ്റിമീറ്റർ. ഇമേജ് പൊസിഷൻ എന്ന് പറയുന്നത് -30 സെൻറ്റിമീറ്റർ ആണ്. മിററിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലാണ്. ആ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെന്നാണ്. ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇതൊരു 30 എന്ന് പറയാം. ഇതൊരു -30 സെൻറ്റിമീറ്റർ ആണ്. അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, കാരണം റിയൽ ഇമേജസ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇതാണ് എൻ്റെ ഇമേജ്. നെക്സ്റ്റ് വൺ, എക്സസൈസ് ക്വസ്റ്റ്യൻ 14, പേജ് 160. An object 5 cm in length is placed at a distance of 20 cm in front of a convex mirror of radius of curvature 30 cm. Find the position of the image, its nature and size. ഒരു കോൺവെക്സ് മിററാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ആദ്യം കോൺവെക്സ് മിറർ അങ്ങ് വരയ്ക്കാം. ഇതാണ് എൻ്റെ കോൺവെക്സ് മിറർ. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഫോക്കൽ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇതൊരു കോൺവെക്സ് മിററാണ്. ഫോക്കൽ ലെങ്ത്തും സെൻറ്റർ ഓഫ് കർവേച്ചറും റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. അതേപോലെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതിന് ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ ആ റേഡിയസ് ഓഫ് കർവേച്ചർ ഒന്ന് മാർക്ക് ചെയ്യാം. പോൾ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് R. അപ്പോൾ R തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. സോ പോസിറ്റീവ് വാല്യൂ ആണ്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 30 ആയിരിക്കും, +30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. സോ 30/2, 15 സെൻറ്റിമീറ്റർ. അതും പോസിറ്റീവ് ആയിരിക്കും, കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഫോക്കസ് ഉള്ളത്. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. ഇനി ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് പൊസിഷൻ തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് പൊസിഷൻ, അതാണ് യു. പക്ഷേ ഒബ്ജക്റ്റിനെ വെക്കുന്നത് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അപ്പോൾ ഇവിടെയാണ് ഒബ്ജക്റ്റിനെ വെച്ചതെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരമായിരിക്കും
യു എന്ന് പറയാം. അത് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഈ പോയിൻ്റ് -20 സെൻറ്റിമീറ്റർ. സോ യു എന്ന് പറയുന്നത് -20 സെൻറ്റിമീറ്റർ ആണ്. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിറർ ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും യു നെഗറ്റീവ് ആയിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഇമേജ് പൊസിഷൻ കണ്ടുപിടിക്കണം. അതേപോലെ അതിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. H' കണ്ടുപിടിക്കണം. H തന്നിട്ടുണ്ട്. സോ ഇതാണ് H, ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ. H' കണ്ടുപിടിക്കണം നമുക്ക്. അതേപോലെ ഇതിൻ്റെ നേച്ചറും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം നമ്മുടെ ആൻസർ. അപ്പോൾ റേ ഡയഗ്രാം വെച്ചിട്ട് കോൺവെക്സ് മിററിൻ്റെ മുന്നിൽ എവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താലും ഇമേജ് ഫോം ചെയ്യുക പോളിൻ്റെയും ഫോക്കൽ പോയിൻറ്റിൻ്റെയും ഇടയിലായിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പം നമ്മുടെ ഉത്തരം 15 സെൻറ്റിമീറ്ററിനെക്കാട്ടിൽ കുറവായിരിക്കണം. 0യ്ക്കും 15 സെൻറ്റിമീറ്ററിനും ഇടയിലായിരിക്കണം വി എന്ന് പറയുന്ന പോയിന്റ്. ഇനി വി പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇതൊരു വിർച്വൽ ഇമേജാണ്. ഇമേജ് ഫോം ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അതുപോലെ ചെറിയ ഇമേജ് ആയിരിക്കും, കോൺവെക്സ് മിറർ ചെറിയ ഇമേജ് ആയിരിക്കും ഉണ്ടാക്കുക. നമുക്കൊരു റേഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സോൾവ് ചെയ്ത് നോക്കാം. മിറർ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. 1/v + 1/u = 1/f. 1/v plus object position -20, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് +15. റീഅറേഞ്ച് ചെയ്യാം വി കണ്ടുപിടിക്കാനായിട്ട്. സോ 1/v = 1/15. ഈ 1/-20നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. -1/-20. സോ 1/v = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -20 × 1 is -20. -15 × 1 is 15 over 15 times -20. So 1/v equals -35 over -300. നെഗറ്റീവ് സൈൻ രണ്ടും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം വി കണ്ടുപിടിക്കാൻ വേണ്ടി. സോ v is equal to 300 over 35. സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 8.571 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഒരു പോസിറ്റീവ് ആൻസർ ആണ്. അതുകൊണ്ട് പോളിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് മിററിൻ്റെ ബാക്കിൽ പോളിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാവുക എന്നാണ്. 15 സെൻറ്റിമീറ്ററിന് താഴെ. നമുക്ക് കിട്ടിയ ഉത്തരം 8.57 സെൻറ്റിമീറ്റർ മാച്ച് ആവുന്നുണ്ട് പ്രഡിക്ഷനായിട്ട്. സോ 8.57 സെൻറ്റിമീറ്ററിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട് മാഗ്നിഫിക്കേഷന്, H'/H അതേപോലെ -v/u. ഇത് രണ്ടും മാഗ്നിഫിക്കേഷനാണ്, അതുകൊണ്ട് ഇവരെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാണ്. H' ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ H' എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്, ഈസ് ഈക്വൽ ടു -v ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 8.571. u തന്നിട്ടുണ്ട് -20. ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ നെഗറ്റീവ് സൈൻ രണ്ടും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. H' ഈസ് ഈക്വൽ ടു 8.571 times 5 over 20. So H' is equal to 2.14 സെൻറ്റിമീറ്റർ. അപ്പോൾ അതാണ് ഇമേജിൻ്റെ ഹൈറ്റ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇമേജിൻ്റെ ഹൈറ്റ് 2.14 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കോൺവെക്സ് മിറർ ആയതുകൊണ്ട് ചെറിയ ഇമേജ് ആയിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത്. സോ ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അതുപോലെ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ടത് അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. ഒരു വിർച്വൽ ഇമേജാണ്. മിററിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തത്, അതുകൊണ്ട് ഇതൊരു വിർച്വൽ ഇമേജാണ്. അപ്രൈറ്റ് ഇമേജസ് എപ്പോഴും വിർച്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്കൊരു പോസിറ്റീവ് ആൻസർ കിട്ടും. അതുകൊണ്ട് ഇതൊരു വിർച്വൽ ഇമേജാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് ക്വസ്റ്റ്യൻ 15, പേജ് 160. An object of size 7 cm is placed 27 cm in front of a concave mirror of focal length 18 cm. At what distance from the mirror should a screen be placed so that a sharp focused image can be obtained? Find the size and the nature of the image. ഒരു കോൺകേവ് മിററിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഒരു കോൺകേവ് മിറർ വരയ്ക്കാം നമുക്ക്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടോ നോക്കാം. തന്നിട്ടുണ്ട് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഫോക്കസ് മാർക്ക് ചെയ്യാം. ഇതാണ് ഫോക്കസ്. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആയിരിക്കും. എഗെയിൻ പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് പോള്. പോളാണ് നമ്മളെപ്പോഴും ഒറിജിനൽ വെക്കുക. പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. സോ ഫോക്കസ് എന്ന് പറയുന്നത് -18 സെൻറ്റിമീറ്ററിലായിരിക്കും.
ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -18 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് സി മാർക്ക് ചെയ്യാം. ഇതാണ് സി എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിൻ്റെ ഡബിൾ ആയിരിക്കും. സോ ഇത് -36 സെൻറ്റിമീറ്റർ. ഇനി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 27 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. സോ യു -27, മിററിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് -27. ഫോക്കസ് എന്ന് പറയുന്നത് -18ഉം സി എന്ന് പറയുന്നത് -36ഉം ആണ്. അപ്പോൾ -27 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. ശരിക്കും ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് -27 എന്ന് പറയാം. നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ പോയിൻ്റ് -27 സെൻറ്റിമീറ്റർ. നമുക്ക് വി കണ്ടുപിടിക്കണം. വേണമെങ്കിൽ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. സിയുടെയും എഫിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് സിയുടെ പുറകിലായിരിക്കും. ഇപ്പോൾ 36-നെക്കാട്ടിലും വലിയൊരു നമ്പർ ആയിരിക്കും വിയുടെ ആൻസർ വിത്ത് എ നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് മിററിൻ്റെ ഫ്രണ്ടിലാണെന്നുള്ളതാണ്. സോ വി എന്ന് പറയുന്നത് 36-നെക്കാട്ടിലും വലുതായിരിക്കും വിത്ത് എ നെഗറ്റീവ് സൈൻ. അപ്പോൾ വി കണ്ടുപിടിക്കണം നമുക്ക്. അതേപോലെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ. സോ എച്ച് ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം, h' കണ്ടുപിടിക്കണം. അതേപോലെ നേച്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. മിറർ ഇക്വേഷൻ യൂസ് ചെയ്യാം. 1/v + 1/u = 1/f. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/v നമുക്കറിയില്ല, കണ്ടുപിടിക്കാൻ പോവാണ്. യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് -27 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് -18 സെൻറ്റിമീറ്റർ. റീഅറേഞ്ച് ചെയ്യാം. 1/v = 1/-18 -1/-27. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/v = -27 × 1 is -27, -18 × 1 is -18 over -18 × -27. So 1/v = -27, minus into minus is plus 18 over 18 times 27 is 486. So 1/v = -9 over 486. v കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം നമുക്ക്. 486 over -9 എന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് -54 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ നമ്മുടെ ഉത്തരം 36-നെക്കാട്ടിലും വലുതാണ് വിത്ത് എ നെഗറ്റീവ് സൈൻ. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 54 സെൻറ്റിമീറ്റർ, -54 സെൻറ്റിമീറ്റർ. അപ്പോൾ മിററിൻ്റെ മുന്നിൽ 54 സെൻറ്റിമീറ്റർ ദൂരെയായിട്ടാണ് നമുക്ക് ഇമേജ് ഉണ്ടായത്. മിററിൻ്റെ മുന്നിലായതുകൊണ്ട് അതൊരു റിയൽ ഇമേജ് ആയിരിക്കും. ഇതൊരു റിയൽ ഇമേജ് ആണ്. ഇനി നമുക്ക് സൈസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. h' over h = -v/u. h' നമുക്കറിയില്ല. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. is equal to -v നമുക്ക് കിട്ടി -54. u നമുക്ക് തന്നിട്ടുണ്ട് -27. ഇതിൽ ഈ നെഗറ്റീവും ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഇനി 54/27 എന്ന് പറയുന്നത് 2 ആണ്. h' over 7 is equal to -2. So h' is equal to 2 -2 times 7 is -14 സെൻറ്റിമീറ്റർ. ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നുള്ളതാണ്. ഇനി അതേപോലെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് -14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസിനെക്കാട്ടിലും വലുതാണ് ഇമേജിൻ്റെ സൈസ്. ശരിക്കും ഇത് ഡബിൾ ഉണ്ട് സൈസ്. സോ ഇതൊരു എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നേച്ചർ. റിയൽ, എൻലാർജ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ മുന്നിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കൽ പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ സിയുടെ പുറകിൽ ഇൻവേർട്ടഡും എൻലാർജ്ഡും ആയിട്ടുള്ള ഒരു റിയൽ ഇമേജാണ് നമുക്ക് കിട്ടുക. നമുക്ക് കിട്ടിയ ആൻസർ അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്.